ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗോകുൽ അർച്ചനയോട് സച്ചി കേസിൽ ജയിച്ച കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. എന്നാൽ അർച്ചന ഒരുപാട് സന്തോഷമില്ലാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് കണ്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട്, ഇത് കേട്ടിട്ട് തനിക്ക് സന്തോഷമില്ലേ എന്ന്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഞാനിതിനെ സന്തോഷിക്കുന്ന ഗോകുൽ ഇതുപോലെ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്നതല്ലേ. അർച്ചനയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട് അവർ സച്ചിയൊക്കെ കേസ് ജയിച്ചതിൽ. പക്ഷേ അത് പുറമെ കാണിക്കുന്നില്ല. ഗോകുലിന് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് കരുതിയാണ് ഇപ്പോൾ പുറമെ ആ ഒരു സന്തോഷം അർച്ചന കാണിക്കാത്തത്. ഗോകുൽ പോയതിന് ശേഷം അർച്ചന അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാണ്. അവന്തികയ്ക്ക് കിട്ടിയ ഈ തിരിച്ചടി, അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. ശേഷം കമലയാണ് കാണിക്കുന്നത്. കമല എല്ലാവർക്കും പായസം ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും അത് വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നു. ഈ പായസം അവന്തിക തോറ്റതിനുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ സന്തോഷത്തിലുള്ളതാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് സ്നേഹയും പറയുന്നു. അവരുടെ കാര്യം ഇപ്പോൾ പറയരുത്, ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിൻ്റെ ടേസ്റ്റ് കയ്പായി പോകും എന്ന് അനഘ പറയുന്നുണ്ട്. നിൻ്റെ ചേച്ചി ഇങ്ങനെ പുച്ഛിക്കരുത് എന്ന് സച്ചി. എനിക്ക് അവരാരുമല്ല, എനിക്ക് കൂടപ്പറപ്പുകൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അനഘ പറയുമ്പോൾ, ഈ സന്തോഷം നമുക്ക് ഈ പായസത്തിൽ മാത്രം ഒതുക്കുന്നത് ശരിയല്ല, ഇത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണമെന്ന് സ്നേഹയും പറയുന്നു. എങ്കിൽ അതിനൊരു അടിപൊളി ഐഡിയയുണ്ട്, നമുക്ക് ഇന്നത്തെ ഡിന്നർ പുറത്തു നിന്നാക്കിയാലോ എന്ന് അനഘ ചോദിക്കുന്നുണ്ട്. ഇന്ന് വേണ്ട, ഇന്നത്തെ അത്താഴത്തിനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് കമല പറയുമ്പോൾ, അത് ഫ്രിഡ്ജിൽ വെച്ചാലോ, അത് നാളെ കഴിക്കാമല്ലോ എന്ന് ആതിര പറയുമ്പോൾ, അത് പറ്റില്ല, ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തു പോയി കഴിക്കുന്ന ഏർപ്പാടൊന്നും ശരിയല്ല എന്ന് കമല പറയുന്നു. എങ്കിലൊരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാം എന്ന് സച്ചി പറയുന്നു. അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഇപ്പോൾ അവന്തികയുമായി ഒരു അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ്. ജോത്സ്യൻ പറഞ്ഞത് പ്രകാരം പരിഹാരക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവന്തികയും കൂട്ടി അർച്ചന പോയിരിക്കുന്നത്. അവിടെ ഈ മൂർത്തിയും വരുന്നു. വ്രതമെല്ലാം കറക്റ്റാണല്ലോ അല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അവന്തികയോട്. ജീവിതത്തിൽ ഇതുവരെ മേഡം ഇതുപോലൊരു വ്രതം എടുത്തിട്ടില്ല, ഈ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല എന്ന് മൂർത്തി പറയുന്നുണ്ട്. അത് നന്നായി, വ്രതം തീരുന്നത് വരെ ജലപാനം പാടില്ലെന്നല്ലേ എന്ന് പറയുന്നുണ്ട് അർച്ചന. എൻ്റെ മോളെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, ബാക്കി എന്തും ഞാൻ സഹിക്കും. അവൾക്ക് വേണ്ടി എൻ്റെ പ്രാണൻ പറിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടി വന്നാലും അത് ഞാൻ ചെയ്യും എന്ന് അവന്തിക പറയുന്നുണ്ട്. ഇത് കേട്ട് ഇപ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് ചിപ്പിമോളോട് ഇത്രയും സ്നേഹമാണോ? ആ മോളുടെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്, പക്ഷേ ഞങ്ങളുടെ ജീവിതം തകർത്തെറിയുമ്പോൾ ഒരിക്കലും നീ ഓർത്തു കാണില്ല അവന്തികയെ, ഇങ്ങനെ നീ ഒരു അഗ്നികാവടി എടുക്കേണ്ടി വരുമെന്ന്. ഈ പാപത്തിൻ്റെ തീയിലൂടെ ഞാൻ തന്നെ നിന്റെ കൈ പിടിച്ച് നടത്തും എന്ന് അർച്ചന വിചാരിക്കുന്നു. തിരുമേനി ഇന്നത്തേക്ക് കുറച്ച് പരിഹാരക്രിയകൾ എഴുതിയിരുന്നു എന്ന് അർച്ചന തിരുമേനിയോട് പറയുമ്പോൾ, ആരാണ് ചെയ്യുന്നത് എന്ന് തിരുമേനി അപ്പോൾ ചോദിക്കുന്നുണ്ട്. ഞാനാണ് എന്ന് അവന്തികയെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തിരുമേനി. അങ്ങനെ അവർ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. അവന്തിക ഇപ്പോൾ ആ പീഠത്തിലേക്ക് ഇരിക്കുന്നുണ്ട്. തിരുമേനി അവിടേക്ക് വന്നു. അർച്ചനയും മൂർത്തിയും തൊട്ടരികിൽ തന്നെയുണ്ട്. അവന്തികയുടെ കഴുത്തിലേക്ക് ഒരു മാലയിട്ട് കൊടുക്കുകയാണ് തിരുമേനി. അവന്തികയെ, നിന്നെക്കൊണ്ട് ഞാൻ ഈ ക്രിയകളൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിന്റെ പാപമോക്ഷത്തിന് വേണ്ടിയിട്ടല്ല, നെല്ലിശ്ശേരിയിലെ ഞങ്ങളുടെ അച്ഛൻ്റെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കുടുംബം അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ പരിഹാരമായിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഇനി ഭൈരവൻ്റെ നടയുടെ മുന്നിലേക്ക് പോകാം എന്ന് തിരുമേനി പറയുന്നുണ്ട്. അങ്ങനെ തിരുമേനി പോകുന്നു. പിന്നാലെ തന്നെ അവന്തികയും അർച്ചനയും മൂർത്തിയും പോകുന്നുണ്ട്. പിന്നീട് ഒരു ചൂരലടി ആ ഒരു വഴിപാടിനെക്കുറിച്ച് വിശദമായി തിരുമേനി അവന്തികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവന്തിക ചോദിക്കുന്നുണ്ട്, ദോഷങ്ങളെല്ലാം പോകുമല്ലോ അല്ലേ? ഇത് കേട്ട് തിരുമേനി പറയുന്നുണ്ട്, വിശ്വാസത്തോടെ ചെയ്താൽ എല്ലാത്തിനും തീർച്ചയായിട്ടും ഫലം കിട്ടും, കൈ നീട്ടിക്കോളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യത്തെ ഒരടി തിരുമേനി അടിക്കുന്നു. അവന്തികയ്ക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് വളരെയധികം മനസ്സിൽ സന്തോഷിക്കുന്നുണ്ട് അർച്ചന. ഭൈരവനെ മനസ്സിൽ വിചാരിച്ചാൽ മതി, വേദന ഒട്ടും അറിയില്ല എന്ന് അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട്. വീണ്ടും അവന്തികയ്ക്ക് അടി കൊടുക്കുന്നുണ്ട്. എന്നാൽ അർച്ചനയുടെ മനസ്സിൽ അർച്ചന അവന്തികയെ തല്ലുന്നതായിട്ടാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ അതും ആലോചിച്ച് സന്തോഷിച്ചു നിൽക്കുകയാണ് അർച്ചന. അവന്തികയെ, നീ ഇനി ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ പോകുന്ന ഓരോ വേദനയും ഞങ്ങളോട് ചെയ്തതിൻ്റെ ദ്രോഹങ്ങൾക്കുള്ള പ്രതിഫലമാണ്. ഈ ജന്മം നിനക്ക് പരിഹാരമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. അങ്ങനെ തിരുമേനി പറയുന്നുണ്ട്, ഈ ചൂരൽ വഴിപാട് കഴിഞ്ഞിരിക്കുന്നു, ഇനി ധാരയാണ്. താഴത്തെ കുളത്തിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് സ്വയം ധാര നടത്തണം. ഇത് എളുപ്പമായിരിക്കുമെന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന്തിക. ഞാനും കൂടെ വരാം എന്ന് അർച്ചന പറയുമ്പോൾ,
അങ്ങനെ അവർ രണ്ടുപേരും കൂടി താഴെ ഒരു കുളമുണ്ടായിരുന്നു, അവിടേക്ക് അവന്തിക ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആ കുടത്തിൽ വെള്ളവും എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് അവന്തിക. ഒരു കുടം ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, ഇത് തീർന്നു, ഇനിയിപ്പോൾ അടുത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അതിനിത് തീർന്നില്ലല്ലോ അല്ലേ തിരുമേനി എന്ന് അർച്ചന തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്. അതെ, 108 കുടമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തിരുമേനി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് അവന്തിക. ഇതുപോലെ താഴെ പോയി കൊണ്ടുവന്ന് മുകളിലേക്ക് വന്ന് വേണം ധാര നടത്താൻ. ആദ്യമൊക്കെ ഇതിനായി മൂർത്തി കൂടെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ മൂർത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്നും താഴേക്ക് നോക്കി നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അർച്ചന കൂടെ തന്നെ അവന്തികയുടെ കൂടെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അവന്തിക ആകെ വശം കെടുന്നുണ്ടായിരുന്നു. അങ്ങനെ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം അർച്ചന അവന്തികയെ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഴിയുമ്പോൾ അവന്തിക ഒറ്റയ്ക്ക് തന്നെ പോകുന്നു, അർച്ചന കൂടെ പോകുന്നില്ല. നല്ലപോലെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവന്തിക. എന്നാലും ധാര അത്രയും നടത്തേണ്ടത് കൊണ്ട് മാത്രം അവന്തിക അത് ചെയ്യുകയാണ്, അതും ചിപ്പിമോൾക്ക് വേണ്ടി. അങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ പകുതിക്ക് വെച്ച് അവന്തിക ഒന്ന് വീഴാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ അർച്ചനയും മൂർത്തിയും കൂടി അവന്തികയെ പിടിച്ച് വീണ്ടും കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ വീണ്ടും ആ വെള്ളമുള്ള കുടവുമായി അവന്തിക വീണ്ടും മുകളിലേക്ക് കയറി ധാര നടത്തുകയാണ്. അങ്ങനെ ആകെ അവശതപ്പെട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അവന്തിക. അർച്ചന അവന്തികയെ പിടിക്കുന്നുണ്ടെങ്കിലും അർച്ചനയുടെ മനസ്സ് മുഴുവൻ സന്തോഷമായിരുന്നു. പണി കെട്ടി തളർന്നു പോയിട്ടുണ്ടവൾ. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന്തിക. സോറി അർച്ചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. എനിക്കിനി വയ്യ എന്ന് അവന്തിക പറയുന്നുണ്ട്. ഇത് പരീക്ഷണമാണ്, അങ്ങനെയൊക്കെ തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പരിഹാരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഈശ്വരൻ പ്രസാദിക്കും. ആ അനുഗ്രഹത്താൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാഞ്ഞു പോകും എന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, നമുക്കിനി അഗ്നികളത്തിലേക്ക് പോകാമെന്ന്. ഇതുകൊണ്ടൊന്നുമായില്ല, ഇതുവരെ കണ്ട പാതിയേക്കാൾ മനോഹരമാണ് ഇനി വരാനുള്ള പാതി എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ അർച്ചന. അഗ്നിക്കാവടിയാണ്, അത് നീ താങ്ങില്ല എന്നും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. മേഡം ഒന്നുകൂടി ആലോചിച്ച് നോക്ക്, നമുക്കിത് വേണോ, നമുക്കിവിടെ നിർത്താം എന്ന് മൂർത്തി അവന്തികയോട് പറയുന്നുണ്ട്. മൂർത്തി എന്തൊക്കെ ഈ പറയുന്നത്, ഇവിടെ വെച്ച് നിർത്താനോ, ഇത് വഴിപാടല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, ഇത് കുട്ടിക്കളിയല്ല, പാതി വഴിക്ക് നിർത്തിയ അതിൻ്റെ ഭവിഷ്യത്ത് നേരെ വിപരീതമായിരിക്കും, അത് നല്ലതായിരിക്കില്ല, ദൈവകോപമായിരിക്കും ഫലം എന്നൊക്കെ തിരുമേനി പറഞ്ഞു കൊടുക്കുന്നു. വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് അവന്തിക പറയുന്നുണ്ട്. ഈ അഗ്നികളത്തിൻ്റെ നടുവിലൂടെ നടക്കുന്നത് ശരീരത്തെ പരീക്ഷിക്കാനല്ല, ആത്മാവിനെ ശുദ്ധീകരിക്കാനാണ്, പ്രാർത്ഥിച്ച് നടന്നോളൂ എന്ന് തിരുമേനി പറയുന്നു. അങ്ങനെ ഇപ്പോൾ കാവടി പൂജിക്കുന്നുണ്ട് തിരുമേനി. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, വ്രതശുദ്ധിയോടെ കാവടി എടുത്താൽ തീയുടെ ചൂട് അറിയില്ലെന്നാണ് പറയുന്നത് എന്ന് അർച്ചന അവന്തികയോട് പറയുന്നുണ്ട്. ഞാൻ ഈ തീയുടെ ചൂടേറ്റ് കരിയുന്നതിൽ ഇവളുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടോ എന്ന് അവന്തിക മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരു സംശയത്തോടെ. അർച്ചന ഇങ്ങനെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവന്തിക ഇങ്ങനെ നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.